നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, അതിവിശാലമായ, എന്താ പറയുക, വളരെ മനോഹരമായ ഒരു സസ്യോദ്യാനത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഒരു വലിയ ഗാർഡൻ. അതെ, ഒരു ഗാർഡൻ. അവിടെയുള്ള ഓരോ ചെടിയും മരവും പൂക്കളുമൊന്നും അവിടുത്തെ മണ്ണിൽ അങ്ങനെ സ്വാഭാവികമായി മുളച്ചു വന്നതല്ല. മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാടുകളിൽ നിന്നും വരണ്ട മരുഭൂമികളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ചെടികളിൽ നിന്ന് ഒരാൾ വളരെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ് അവയെ ഓരോന്നും. ശരിയാണ്. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്ന ഒരു തത്വചിന്ത പറയുന്നത്, നിങ്ങളും ഞാനും ആ വലിയ കാടുകളിലെ ലക്ഷക്കണക്കിന് ചെടികളിൽ ചിലത് മാത്രമാണെന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിതം ശരിക്കും പറഞ്ഞാൽ വെറുമൊരു ഓഡീഷൻ മാത്രമാണ്. ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചില പുതിയ ഉൾക്കാഴ്ചകളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. അതെ, വളരെ കൗതുകകരമായ ഒരു വിഷയമാണിത്. ഈ അന്വേഷണത്തിൽ നാം പ്രധാനമായും ഡീകോഡ് ചെയ്യുന്നത് മൗലാന വഹീദുദ്ദീൻ ഖാനിന്റെ ഒരു പ്രഭാഷണത്തിലെ വളരെ ശ്രദ്ധേയമായ ചില ചിന്തകളെയാണ്. മനുഷ്യജീവിതത്തെ ഒരു നഴ്സറിയോടും പിന്നെ മരണാനന്തര ജീവിതത്തെ ഒരു സ്ഥിരവാസസ്ഥലത്തോടും, അതായത് ഒരു ഹാബിറ്റാറ്റിനോടും ഉപമിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായും. എന്നാൽ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇതൊരു മതപരമായ പ്രഭാഷണത്തിൽ നിന്നുള്ളതാണെങ്കിലും നാം ഇവിടെ ഏതെങ്കിലും പ്രത്യേക വിശ്വാസത്തെയോ മതത്തെയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ മുന്നിലുള്ള സ്രോതസ്സിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അതിലെ നിരീക്ഷണങ്ങളും തികച്ചും നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതെ, ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ആശയം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശരിക്കും മാറുകയാണ്. മൗലാന തന്റെ ഒരു വിദേശയാത്രയ്ക്കിടയിൽ സന്ദർശിച്ച ഉദ്യാനത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. സ്രോതസ്സിൽ പറയുന്നതനുസരിച്ച് ആ ഉദ്യാനത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എന്താ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ചുഞ്ചുൻകർ അഥവാ വളരെ സൂക്ഷ്മമായി തെരഞ്ഞെടുക്കപ്പെട്ട ചെടികളാണുണ്ടായിരുന്നത്. അതെ, സെലക്ട് ചെയ്ത് കൊണ്ടുവന്നവ. അല്ലാതെ വെറുതെ കുറച്ചു വിത്തുകൾ വാരിവിതറി ഉണ്ടാക്കിയൊരു കാടായിരുന്നില്ലത്. ഈ കാഴ്ച അദ്ദേഹത്തെ ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള സ്വർഗസങ്കല്പവുമായി പെട്ടെന്ന് കണക്ട് ചെയ്തു. ഒരു മിനിറ്റ്, എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ലോകത്തെ ഏറ്റവും മികച്ച പെയിന്റിങ്ങുകൾ മാത്രം തേടിപ്പിടിച്ച് ഒരു ആർട്ട് ഗ്യാലറിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണോ ഉദ്യാനന്റെ കാര്യം? ഒരു വലിയ ക്യൂറേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടല്ലേ? അവിടെ ഒരു സാധാരണ ചിത്രത്തിന് സ്ഥാനമില്ല. ആഹാ, വളരെ നല്ലൊരു ഉദാഹരണമാണത്. ആ ക്യൂരേഷൻ എന്ന വാക്കാണിവിടെ ഏറ്റവും കൃത്യമായി യോജിക്കുന്നത്. സ്വർഗമെന്നത് എല്ലാവർക്കും വെറുതെ കയറി ചെല്ലാവുന്ന, അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം ലഭിക്കുന്ന ഒരു സ്ഥലമല്ല. അതൊരു എക്സ്ക്ലൂസീവായ ഇടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അറബിയിൽ ഇതിന് റഫ്കത്ത് എന്ന് പറയുന്നു, അതായത് ഉത്തമമായ കൂട്ടായ്മ. റഫ്കത്ത്. അതെ, പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, മനുഷ്യസ്നേഹികൾ എന്നിങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരിടം. നിങ്ങൾ പറഞ്ഞ ആ ആർട്ട് ഗാലറിയിൽ മികച്ച ചിത്രങ്ങൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ ആ സ്ഥലത്തിന് എങ്ങനെയാണോ മൂല്യം കൈവരുന്നത്, അതുപോലെ മനുഷ്യചരിത്രം മുഴുവൻ നടക്കുന്നത് ഈ ഒരു ക്യൂരേഷൻ പ്രോസസ്സാണ്. ഭൂമിയിലുണ്ടായ സകല മനുഷ്യരിൽ നിന്നും അവരുടെ സ്വഭാവത്തിന്റെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ചവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന വലിയൊരു അരിച്ചെടുക്കൽ പ്രക്രിയ. അപ്പോൾ ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഏറ്റവും മികച്ച മനുഷ്യരെ കണ്ടെത്തി ഒരിടത്തേക്ക് മാറ്റുന്നു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കൊരു സംശയം വരുന്നുണ്ട്. അതായത് വളരെ അടിസ്ഥാനപരമായൊരു ചോദ്യം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ വീട് വയ്ക്കുന്ന ഈ ലോകം നമ്മുടെ യഥാർത്ഥ വാസസ്ഥലമല്ലേ? അല്ല, അവിടെയാണ് ആ ആശയത്തിന്റെ ഹൈലൈറ്റ്. സ്രോതസ്സിൽ അദ്ദേഹം ഈ ലോകത്തെ ഒരു നഴ്സറി മാത്രമായാണ് കാണുന്നത്. നമ്മൾ വിത്തുകൾ പാകി ചെറിയ തൈകൾ വളർത്തിയെടുക്കുന്ന ഒരു സാധാരണ നഴ്സറി. അപ്പോൾ നമ്മളൊക്കെ തൈകളാണ്. അതെ, അവിടെ ചെടികൾ താൽക്കാലികമായി വളർത്തപ്പെടുന്നു. സമയം വരുമ്പോൾ അവിടെ നിന്ന് അവയെ പറിച്ചുമാറ്റി യഥാർത്ഥ വാസസ്ഥലത്ത് നട്ടുപിടിപ്പിക്കുന്നു. ഒരു നഴ്സറിയുടെ യഥാർത്ഥ മെക്കാനിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെടിയെ അതിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ സംരക്ഷിച്ച് അതിന് ആവശ്യമായ വളവും വെള്ളവും നൽകുന്ന ഇടമാണത്. ശരിയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം, പുറത്തെ വലിയ കാലാവസ്ഥയെ നേരിടാൻ പാകത്തിൽ അതിന്റെ വേരുകൾക്ക് കരുത്ത് നൽകുക എന്നതാണ് നഴ്സറിയുടെ ധർമ്മം. നഴ്സറി ഒരിക്കലും ഒരു ചെടിയുടെ അവസാനത്തെ ലക്ഷ്യസ്ഥാനമല്ല. അതൊരു തയ്യാറെടുപ്പിന്റെ ഇടം മാത്രമാണ്.
ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെയും ഈ തത്വചിന്ത അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെയാണ് എനിക്ക് വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത്. അതായത് ശ്രോതാക്കളും ഒരുപക്ഷെ ഇതുതന്നെയാകും ചിന്തിക്കുന്നത്. ഈ ലോകം വെറുമൊരു വെയിറ്റിംഗ് റൂം അല്ലെങ്കിൽ നഴ്സറി മാത്രമാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ഈ ജീവിതത്തെ ഇത്ര ഗൗരവമായി കാണുന്നത്? നമ്മൾ വെറുതെ ഇവിടെ നമ്മുടെ സ്വഭാവം വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളവരാണോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, വോട്ട് ചെയ്യുന്നു. ഇതെല്ലാം വെറുതെയാണോ? നമ്മൾ എങ്ങനെയെങ്കിലും ആ പറിച്ചുനടൽ സമയം വരുന്നതുവരെ കാത്തിരുന്നാൽ പോരെ? എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും മലമുകളിൽ പോയി ധ്യാനിച്ചാൽ നമ്മൾ കൂടുതൽ പരിശുദ്ധരായി മാറില്ലേ? പിന്നെന്തിനാണ് ഈ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കുന്നത്? അവിടെയാണ് നഴ്സറിയെ ഒരു നിഷ്ക്രിയമായ വെയിറ്റിംഗ് റൂമായി കാണുന്നിടത്താണ് ആശയക്കുഴപ്പം വരുന്നത്. ജീവശാസ്ത്രപരമായി തന്നെ ചിന്തിച്ചു നോക്കൂ. കാറ്റില്ലാത്തൊരു ഗ്രീൻ ഹൗസിൽ വളരുന്ന മരങ്ങൾ വളരെ വേഗം നിലംപൊത്താറുണ്ട്. അത് ശരിയാണ്. അതിന് സ്ട്രെങ്ത് ഉണ്ടാകില്ല. അതെ, ശക്തമായ കാറ്റടിക്കുമ്പോൾ മാത്രമാണ് ഒരു മരത്തിന്റെ തടിയിൽ സ്ട്രെസ് വുഡ് രൂപപ്പെടുകയും അത് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്നത്. പ്രതിസന്ധികളില്ലെങ്കിൽ വേരുകൾക്ക് ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യവുമില്ല. സ്രോതസ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ലൗകിക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെയാണ്. നിങ്ങൾ ധ്യാനിക്കാൻ പോയാൽ ഈ വളർച്ച സംഭവിക്കില്ല. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്. തീർച്ചയായും. നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ കാരുണ്യം, ക്ഷമ, ഉത്തരവാദിത്വബോധം എന്നീ ഗുണങ്ങളെ രൂപപ്പെടുത്താനുള്ള കാറ്റും മഴയുമാണ്. ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ സ്വഭാവം സ്വർഗമെന്ന ആ വലിയ ഉദ്യാനത്തിന് അനുയോജ്യമായി മാറുന്നത്. ഗ്രീൻ ഹൗസ് ഉദാഹരണം കാര്യങ്ങളെ വളരെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അതായത് പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് അവയെ നേരിടുന്നതാണ് നമ്മുടെ വേരുകളെ ശക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇതിലെന്തു പങ്കാണ് വഹിക്കുന്നത്? ഒരുപാട് പേർ പ്രാർത്ഥനകളെ വെറും യാന്ത്രികമായ ചടങ്ങുകളായിട്ടാണല്ലോ കാണുന്നത്. വെറുതെ കുറെ കാര്യങ്ങൾ ഉരുവിടുന്നു. അതെ, എന്നാൽ സ്രോതസ്സിൽ മൗലാന വ്യക്തമാക്കുന്നത് പ്രാർത്ഥന, പ്രത്യേകിച്ച് നമസ്കാരം പോലുള്ള കാര്യങ്ങൾ കേവലം അമൂർത്തമായ ആത്മീയ കർമ്മങ്ങളല്ല എന്നാണ്. ഈ നഴ്സറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വളവും വെള്ളവുമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ. വളവും വെള്ളവും. അതെ, പ്രാർത്ഥനകൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് നാം ഈ നഴ്സറിയിലാണെന്നും നമ്മുടെ ലക്ഷ്യം ആ വലിയ ഉദ്യാനമാണെന്നുമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളോട് പൊരുതാനുള്ള ആന്തരിക കരുത്ത് റീചാർജ് ചെയ്യാനുള്ള ടൂളുകളാണവ. ചുരുക്കത്തിൽ, നമ്മൾ ഈ ലോകത്ത് വെറുതെ ജീവിക്കുകയല്ല. ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ നാം വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ നഴ്സറിയിലെ കഠിനമായ സാഹചര്യങ്ങളാണ് നമ്മെ ആ പറിച്ചുനടലിന് യോഗ്യരാക്കുന്നത്. ഈ യോഗ്യതകളെക്കുറിച്ച് സ്രോതസ്സിൽ കൃത്യമായി ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ടല്ലോ. ആരെയാണ് ഈ നഴ്സറിയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമായും ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി, ഉന്നതമായ തിരിച്ചറിവ് അഥവാ മാർഫത്ത് ഉണ്ടായിരിക്കണം. മാർഫത്ത്, അതായത് നമ്മൾ ആരാണ്, നമ്മുടെ ലക്ഷ്യമെന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, അല്ലേ? കൃത്യമായി. രണ്ടാമതായി, മികച്ച സ്വഭാവം. മൂന്നാമതായി, എന്ത് സാഹചര്യത്തിലും ദൈവത്തോടുള്ള നിരന്തരമായ നന്ദിയും സ്നേഹവും. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതെ, എനിക്കും അവിടെയാണ് ശരിക്കും കൗതുകം തോന്നിയത്. സ്രോതസ്സിൽ പറയുന്ന ഏറ്റവും സങ്കീർണമായ യോഗ്യത ആ ഖൈർഖാഹ് എന്ന ആശയമാണ്. അതായത് മനുഷ്യരാശിയുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ. അവരുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് യാതൊരു വിധത്തിലുള്ള വെറുപ്പോ നെഗറ്റിവിറ്റിയോ ഉണ്ടാകാൻ പാടില്ല. ശരിക്കും ഇതൊരു വലിയ നിബന്ധനയാണ്. അതെ, അവിടെയാണ് ഈ തത്വചിന്ത അതിന്റെ ഏറ്റവും അഗാധമായ തലത്തിലേക്ക് പോകുന്നത്. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം മാത്രം പോരാ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ മനുഷ്യരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടിയാണ് അവിടെ അളക്കപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സഹജീവികളോട് വെറുപ്പോ പകയോ അസൂയയോ ഉണ്ടെങ്കിൽ, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ആത്മീയ യോഗ്യതകൾക്ക് പൂർണ്ണത ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ എന്താ പറയാ, ഒട്ടും പ്രായോഗികമായി തോന്നുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് അങ്ങേയറ്റം കോമ്പറ്റീറ്റീവായ സ്വാർത്ഥത നിറഞ്ഞൊരു ലോകത്താണ്. ഒരു സാധാരണ ഉദാഹരണം പറയാം.
ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ നമ്മുടെ പ്രൊമോഷൻ തട്ടിയെടുക്കാൻ നിരന്തരം ശ്രമിക്കുന്ന, നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സഹപ്രവർത്തകനുണ്ടെന്ന് വെക്കുക. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അതെ. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്ന എതിരാളികളുണ്ട്. അവരോട് എങ്ങനെയാണ് യാതൊരു ദേഷ്യവുമില്ലാതെ പെരുമാറാൻ കഴിയുക? ഒരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കാൻ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സാധിക്കും? ഇതൊരു യൂട്ടോപ്യൻ ആശയമല്ലേ? നമ്മൾ അങ്ങനെ ചെയ്താൽ ആളുകൾ നമ്മളെ മുതലെടുക്കുകയല്ലേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ അതൊരു യൂട്ടോപ്യൻ ആശയമായി തോന്നാം. എന്നാൽ ഈ നെഗറ്റിവിറ്റിയുടെ മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കോർപ്പറേറ്റ് ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യവും അസൂയയും പ്രതികാരചിന്തയും വരും. തീർച്ചയായും വരും. എന്നാൽ ഈ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതൊരു പരാതം അഥവാ പാരസൈറ്റ് പോലെ നിങ്ങളുടെ തന്നെ ഊർജത്തെയാണ് വലിച്ചെടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പക മറ്റയാളെ അല്ല, നിങ്ങളുടെ തന്നെ സമാധാനത്തെയാണ് നശിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് ആ നെഗറ്റിവിറ്റി നിങ്ങളുടെ ആന്തരികമായ വളർച്ചയെ, ആ നഴ്സറിയിലെ നിങ്ങളുടെ വേരുകളെ ദുർബലപ്പെടുത്താൻ അനുവദിക്കരുത് എന്നതുകൊണ്ടാണ്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് മറ്റുള്ളവരോടുള്ള വെറുപ്പ് നമ്മൾ കുടിച്ചിട്ട് മറ്റയാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഈ സങ്കീർണമായ വെല്ലുവിളിയെ നേരിടാൻ സ്രോതസ്സിൽ എന്തെങ്കിലും പ്രായോഗിക മാതൃകകൾ പറയുന്നുണ്ടോ? കാരണം തിയറി പറയാൻ എളുപ്പമാണല്ലോ. തീർച്ചയായുമുണ്ട്. ഈ ചോദ്യത്തിന് പ്രവാചകന്മാരുടെ മാതൃക ഉപയോഗിച്ചാണ് സ്രോതസ്സിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഖുറാനിൽ പ്രവാചകന്മാർ അവരുടെ ജനതയോട് നിരന്തരം പറയുന്നത് തങ്ങൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണെന്നാണ്. അവർക്കൊരു പ്രത്യേക പദം ഉപയോഗിക്കുന്നുണ്ട്, ബഷീർ, അതായത് സന്തോഷവാർത്ത അറിയിക്കുന്നവർ. ബഷീർ. അതെ. ചരിത്രം നോക്കിയാൽ സ്വന്തം ജനതയിൽ നിന്ന് ഏറ്റവും വലിയ ഉപദ്രവങ്ങൾ നേരിട്ടവരാണ് പ്രവാചകന്മാർ. എന്നിട്ടും അവർക്ക് ദേഷ്യമോ പകയോ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ വീക്ഷണം വളരെ വിശാലമായിരുന്നു. ഈ മനുഷ്യർ തങ്ങളെ ഉപദ്രവിക്കുന്നതിലൂടെ ആത്മീയമായി പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകരുത്, അവർക്കും സ്വർഗമെന്ന ആ വലിയ ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ കഴിയണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. വാവ്, അതൊരു വലിയ കാര്യമാണ്. അതെ. അതിനായി അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവരുടെ വീഴ്ചകളിലല്ല, അവരുടെ ആത്മീയ വിജയത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതൊരു വളരെ വലിയ ഷിഫ്റ്റാണ്. നമ്മുടെ ശത്രുക്കൾ പോലും ആത്മീയമായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇത് ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ജോലിയിൽ മത്സരിച്ചോളൂ, അതിൽ തെറ്റില്ല. പക്ഷെ നമ്മുടെ എതിരാളി വ്യക്തിപരമായി തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. കൃത്യമായി. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകാതിരിക്കുക. ഇതാണ് പ്രായോഗികമായ കേർഖ. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് വളരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഗ്ലോബൽ ഗാർഡനിലേക്ക്, ആ എക്സ്ക്ലൂസീവ് ക്ലബ്ബിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാവുന്നത്, അല്ലേ? അതെ. നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വേരുകളെയാണ് ബലപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഉദ്യാനത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ എളുപ്പമാക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളെ വലിയ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെ കൃത്യമായ ചില പാഠങ്ങൾ നമുക്ക് ലഭിക്കും. ഈ അന്വേഷണത്തിൽ നമ്മൾ പ്രധാനമായും കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ ഭൂമി വെറുമൊരു അവസാന ഇടമല്ല, ഇതൊരു നഴ്സറിയാണ്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും കാറ്റും മഴയും നമ്മുടെ സ്വഭാവരൂപീകരണത്തിനുള്ള ടൂളുകൾ മാത്രമാണ്. രണ്ട്, സ്വർഗം എന്നത് കേവലം ഒരു ഭാവനാലോകമല്ല, മറിച്ച് ലോകചരിത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏറ്റവും ഉത്തമരായ മനുഷ്യരുടെ ഒരു വലിയ വാസസ്ഥലമാണ്. ശരിയാണ്. പിന്നെ മൂന്ന്, ആ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്നത് ഉന്നതമായ ദൈവബോധത്തോടൊപ്പം മറ്റുള്ളവരോട് യാതൊരു നെഗറ്റിവിറ്റിയുമില്ലാതെ അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിശാലമായ ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ്. നമ്മുടെ ഉള്ളിലെ അസൂയയും പകയും നമ്മുടെ തന്നെ വേരുകളിലേക്ക് നാം ഒഴിക്കുന്ന ആസിഡാണ്. ഈ വലിയ ചിത്രം എപ്പോഴും മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല അനാവശ്യ സമ്മർദ്ദങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും. ഈ നിമിഷത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു കാര്യം ആലോചിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതമാകുന്ന നഴ്സറിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസേനയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ട്രാഫിക്കിൽ ആരെങ്കിലും നിങ്ങളുടെ വണ്ടി മറികടന്നു പോകുമ്പോഴോ ജോലിസ്ഥലത്ത് ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും വരാറില്ലേ? ആ ചെറിയ ദേഷ്യത്തിന്
നിങ്ങളുടെ ആന്തരിക വളർച്ചയെ നശിപ്പിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കണോ എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നല്ല, നിങ്ങളുടെ വേരുകളുടെ കരുത്താണ് ഇവിടെ അളക്കപ്പെടുന്നത്. അത് വളരെ ശരിയാണ്. ഈ അന്വേഷണ യാത്രയുടെ അവസാനത്തിലെത്തുമ്പോൾ ഈ സ്രോതസ്സിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലാത്ത, എന്നാൽ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വളരെ പ്രസക്തമായ ഒരു പുതിയ ചിന്ത കൂടി നിങ്ങളിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണല്ലോ സെൽഫ് കെയർ, അല്ലെങ്കിൽ സ്വന്തം അതിരുകൾ സംരക്ഷിക്കുക എന്നത്. അതെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്ന കാര്യമാണത്. ടോക്സിക്കായ ആളുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും വ്യക്തിപരമായ സ്പേസ് സംരക്ഷിക്കാനും നമ്മളിന്ന് വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ സ്വന്തം സമാധാനത്തിലും വ്യക്തിപരമായ അതിരുകളിലും മാത്രം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ആധുനിക അതിജീവന തന്ത്രം യാതൊരു നെഗറ്റിവിറ്റിയുമില്ലാതെ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കണം എന്ന ഈ ഖൈർക സങ്കല്പത്തിന് എതിരല്ലേ? നമ്മൾ നമ്മളെ തന്നെ അമിതമായി സംരക്ഷിക്കാൻ ശ്രമിച്ച് മറ്റുള്ളവരോടുള്ള തുറന്ന മനസ്സും സ്നേഹവും ഇല്ലാതാക്കി ആ വലിയ ഉദ്യാനത്തിലേക്കുള്ള നമ്മുടെ യോഗ്യതയെ നമ്മൾ സ്വയം ഇല്ലാതാക്കുകയാണോ? സ്വന്തം വേരുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് തണൽ നൽകാൻ മറന്നുപോകുന്നുണ്ടോ? ഇത് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഈ വലിയ ചോദ്യത്തോടെ ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.